കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ബിഗിനറിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളതും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു വണ്ടി ഒരു ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് ഗിയർ ഉപയോഗിക്കണം, ഒരു വളവിൽ വരുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം, ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറുന്ന സമയത്ത് ഏത് ഗിയർ ഉപയോഗിക്കണം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോഴും വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോഴും ബിഗിനേഴ്സിനുള്ളൊരു സംശയങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. ഒരു വണ്ടി ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയറുകൾ നമ്മൾ ഉപയോഗിക്കണം. വ്യത്യസ്ത ഹമ്പുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു വളവിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയറാണ് കൃത്യമായിട്ടും യൂസ് ചെയ്യേണ്ടത്. ഒരു ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ്ത് എടുത്തു പോകുന്ന സമയത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കണോ ഫസ്റ്റ് ഗിയർ കൊടുക്കണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് വളവുകളിലും ഹമ്പുകളിലും വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമുക്കൊരു ഐഡിയ ഒരു വണ്ടി പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഉണ്ടാകാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ നിരവധി ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണുക. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം വീണ്ടും വണ്ടിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ ഒരു ജംഗ്ഷനിൽ ചെല്ലുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംശയം ഉണ്ടാകും ഏത് ഗിയറിൽ തിരിയണം. അതായത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഒരു ജംഗ്ഷനിൽ നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് തിരിയേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് മാത്രം തിരിയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില ജംഗ്ഷനിൽ ചെല്ലുന്ന സമയത്ത് ഒരുപാട് തിരക്കുകളൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് അവിടെ വണ്ടി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നമ്മൾ വരുന്നത് സെക്കൻഡ് ഗിയറിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജംഗ്ഷൻ സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ മുന്നിലായിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇതേ ഇവിടെ നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. അത്യാവശ്യം ചെറിയ കയറ്റത്തോടു കൂടിയ ഒരു ജംഗ്ഷനാണ്. ഇതേ ഇവിടെ മറ്റ് തിരക്കും കാര്യങ്ങളൊന്നുമില്ല, സെക്കൻഡിലാണ് കിടക്കുന്നത്. ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാനിതേ ഈ ജംഗ്ഷൻ ഇങ്ങനെ തിരിഞ്ഞ് മറ്റൊരു റോഡിലേക്ക് കയറുകയാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തോ? ഇല്ല. എന്നാൽ ഇവിടെ മറ്റു വാഹനങ്ങളുടെ തിരക്ക് വരുന്നു. നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് മാത്രം തിരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഓർക്കുക. പിന്നെ ഒരു ജംഗ്ഷനിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തേർഡ് ഗിയറിലൊന്നും നിങ്ങൾ കയറി പോകാൻ പാടില്ല. കാരണം തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഒരു ടോർക്ക് കുറഞ്ഞ ഗിയറാണ്. അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിൽ ഒരു 40 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ വേഗതയിൽ പോകുന്ന സിറ്റുവേഷനിലായിരിക്കണം നമ്മളൊരു തേർഡ് ഗിയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ജംഗ്ഷൻ വന്നാൽ സെക്കൻഡോ ഫസ്റ്റോ അത് റണ്ണിങ് വെച്ച് നിങ്ങൾ കൃത്യമായിട്ടും തീരുമാനിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഹമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയർ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുന്ന സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള ഹമ്പുകൾ, അതായത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കാണുന്ന ഹമ്പുകളാണെങ്കിൽ നമുക്കവിടെ ഒരു തേർഡ് ഗിയറിലാണ് വരുന്നത്, സ്ട്രെയിറ്റ് റോഡിൽ വരുന്നു, മുന്നിൽ മറ്റു വാഹനങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അത്തരത്തിലുള്ള ഹമ്പുകളുണ്ട്, അവിടെ ഞാൻ കാണിച്ചു തരാം. ഇനി അതുപോലെ തന്നെ നമുക്ക് റോഡിന് നടുവിൽ ഹമ്പിന് സമാനമായിട്ടുള്ള കുഴികൾ വരുന്ന സാഹചര്യങ്ങൾ വരും. ദേ ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഒരു ചെറിയ ഗട്ടറും കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ മുന്നിലായിട്ട് ഇവിടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഏത് ഗിയർ കൊടുക്കണം അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്കിപ്പോൾ ഒരു ടാറിങ് റോഡ് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ചെറിയ ഒരു അതായത് കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണ്. ഇവിടെ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട്. അതായത് കുഴിയോട് കൂടിയ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ റോഡിലേക്ക് കയറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് റണ്ണിങ് നിലനിർത്തി നമുക്ക് ചെറിയ കുഴിയോട് കൂടിയ റോഡിന് നടുവിൽ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തുള്ള കുഴിയോട് കൂടിയ റോഡുകൾ നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും. എന്നാൽ അത്തരത്തിലുള്ള കുഴികളുടെ അളവ് കൂടുതലാണെങ്കിൽ, കാരണം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെയുള്ള റോഡുകളുടെയൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെയാണ്, കുഴികളുടെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതായത് ആ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേന് ചിലപ്പം വെള്ളം ഒഴുകാനായിട്ടുള്ള
ആയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും റോഡിൻ്റെ നടുവിൽ ചെറുതായിട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴും നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നല്ല കുഴിയാണെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ സെക്കൻഡിന് പകരമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് തന്നെ കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റും കൂടെ പറയാം. ഇവിടുന്ന് നമുക്കത് ഒരു ജംഗ്ഷൻ വരികയാണ്. ഞാൻ തേർഡിലാണ് വരുന്നത്, ഇറക്കം കൂടി ജംഗ്ഷനാണ്, ലെഫ്റ്റ് ആണ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഗിയർ കൊടുക്കാം? ഇവിടെ നമുക്ക് സെക്കൻഡ് കൊടുക്കാം, കാരണം ഇവിടെ മറ്റു വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് ഇതേ സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് എനിക്കിത് ഇങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു ജംഗ്ഷൻ ടേൺ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു തുടക്കക്കാരന് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിന് പകരം കൃത്യമായിട്ടും തിരക്കില്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തിട്ട് ജംഗ്ഷൻ ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ജംഗ്ഷനിനോട് അടുക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്തേക്കുക. ആ ജംഗ്ഷനിൽ വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു താമസമൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ജംഗ്ഷനിൽ വന്ന് കഴിയുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറേ കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഇതേ തേർഡ് ഗിയർ ഞാൻ വരികയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വളവിൽ നമുക്ക് ഏത് ഗിയർ ഇടാം? ഇപ്പോൾ ഞാൻ തേർഡ് ഗിയർ വരുന്നു, ഇതേ ഇവിടെ ഒരു വളവാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അത്യാവശ്യം ഇത്തരത്തിൽ വരുന്ന വളവുകൾ വരുമ്പോൾ നിങ്ങൾ പരമാവധി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക. ഒരു പരിധി വരെ നമ്മൾ തേർഡ് ഗിയറിൽ പോകാതിരിക്കുന്നതാണ് ബെറ്റർ. അതിന് വീണ്ടും ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. ഓക്കെ, നിങ്ങളിവിടെ നോക്കുക, ഇവിടെ മുന്നിലായിട്ട് ഇതേ വീണ്ടും ഒരു വളവുണ്ട്. ഇങ്ങനെ ഒരു എസ് ടൈപ്പ് വളവാണ് വരുന്നത്. ഇതേ ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്നു, തേർഡിലാണ് വരുന്നത്. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ബ്രേക്ക് വന്ന് ഇറക്കം കൂടിയ വളവാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതേ ഈ ഒരു വളവ് ഞാൻ ടേൺ എടുക്കുകയാണ്. കാരണം നമുക്ക് ഒരു വളവ് ടേൺ എടുക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മളുടെ വാഹനത്തിന് ഒരു ബ്രേക്കിംഗ് അനിവാര്യമാണ്. അത് നമ്മളുടെ ഫുഡ് ബ്രേക്ക് മാത്രമല്ല വേണ്ടത്, നമ്മുടെ എൻജിൻ ബ്രേക്ക് വേണം. അപ്പോൾ എൻജിൻ ബ്രേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഗിയർ ഡൗൺ ചെയ്ത് ടോർക്ക് കൂടിയ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാനിവിടെ ഈ വളവിൽ സെക്കൻഡിലാണ് പോകുന്നത്. ഇനി വളവ് നിവർന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വളവ് കണ്ടല്ലോ. ഇനി കുറച്ചും കൂടെ നല്ല വലിയ വളവുകളുണ്ട്, യു ടേൺ പോലെയുള്ള വളവുകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏത് ഗിയറാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പം ഞാൻ തേർഡിൽ പോവാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ സാധാരണ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന ആ റോഡിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു യു ടേൺ ഉണ്ട്. യു ടേൺ ആണ്, നല്ല കുത്തനെ ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളവുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഫോർത്തിൽ നിന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, തേർഡിൽ നിന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും ഡൗൺ ചെയ്തിട്ട് ഇതായി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നല്ല വളവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒപ്പം തന്നെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു വളവ് ടേൺ എടുക്കുന്നത്. കാരണം ഇത് നല്ലൊരു ടേൺ ആണ്, നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സ്പീഡ് കുറഞ്ഞ് ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അനിവാര്യം ഫസ്റ്റ് ഗിയർ ആണ്. ഒപ്പം നമ്മളിവിടെ ക്ലച്ച് കൺട്രോൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം സ്പീഡും വരാൻ പാടില്ല. കാരണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള കുഴികളിലേക്ക് നമ്മുടെ വണ്ടി പോകും. കാരണം നമുക്ക് വേഗത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല. അപ്പം നല്ല ടേണുകൾ, കയറ്റം കൂടിയ വളവുകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ മുന്നിലായിട്ട് ഒരു ഹമ്പ് വരുന്നത്. അപ്പോൾ ആ ഹമ്പിൽ നമുക്ക് ഏത് ഗിയർ ഇടാമെന്നുള്ളത് നിങ്ങളെ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാനിത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണ്. ഇങ്ങനെ നമ്മൾ തേർഡിൽ പോകുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. ഓക്കെ, നാലാമത്തെ ഗിയറിൽ പോവാണ്. ഇനി നിങ്ങളിവിടെ നോക്കി, ഇവിടെ മുന്നിലായിട്ട് ഒരു വളവ് വന്നു. ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു തേർഡിലേക്ക് ഇടുകയാണ്. ഓക്കെ, വളവിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ചെറിയ വളവ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും എഫക്റ്റീവായിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി ഇവിടെ മുന്നിലായിട്ടൊരു വളവ് വരുന്നു. വളവല്ല, നമുക്ക് മുന്നിലായിട്ടൊരു ഹമ്പ് ഉണ്ട്. ആ ഹമ്പിലെ ഡ്രൈവിങ്ങും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് 2-3 തരത്തിലുള്ള ഹമ്പുകൾ റോഡിൽ കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് നമുക്ക് റോഡിൽ കാണുന്ന ഹമ്പുകൾ ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് വണ്ടി കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹമ്പുകളിൽ കയറുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡിലാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്നു. ഇവിടെ മുന്നിലായിട്ട് ഒരു ഹമ്പുണ്ട്, ഇറക്കം കൂടിയ ഹമ്പാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ബ്രേക്കിൽ വന്ന് നേരത്തെ ഹമ്പിന് മുന്നേ
ക്ലച്ചിലും ബ്രേക്കിലും വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഹമ്പ് കയറി ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ആ ഒരു ഹമ്പ് കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്, അതായത് ഒരു ഹമ്പ് നമ്മൾ കണ്ടപ്പോൾ ഹമ്പിന് മുന്നമേ തന്നെ നമ്മുടെ വണ്ടിയുടെ വേഗത നമ്മളൊന്ന് കുറച്ച് കൊടുത്തു. തേർഡ് ഗിയറിലാണ് വന്നത്. വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ബ്രേക്കേ വന്ന് വണ്ടിയെ സ്ലോ ചെയ്തു. ഹമ്പ് കയറുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്കേ വന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മൾ ഹമ്പിലേക്ക് കയറി തുടങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് ഞാൻ പതിയെ കാലം അയച്ചു. അപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി നേരത്തെ മുന്നമേ ബ്രേക്ക് കൊടുത്തത് കൊണ്ട് തന്നെ വണ്ടിയുടെ വേഗത കുറഞ്ഞു. അപ്പോൾ ഹമ്പിൽ കയറുമ്പോൾ പിന്നെ നമ്മൾ ഹമ്പിൽ കയറിയിട്ട് ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, ഹമ്പിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്കിൽ ചവിട്ടേണ്ടതായിട്ടില്ല. ഹമ്പിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആകും. വണ്ടി തീർത്തും സ്ലോ ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൊടിക്ക് മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഗിയർ ഡൗൺ ചെയ്ത് നമ്മളൊരു സെക്കൻഡ് ഗിയറിലൊക്കെ ഹമ്പ് കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില നിരപ്പ് റോഡിലുള്ള ഹമ്പുകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് ഗിയറിലാണെങ്കിലും ഹമ്പ് കയറി പോകും. കാരണം നിരപ്പ് റോഡാണ്. നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കിലൊന്ന് കാല് വെച്ച് വണ്ടിയുടെ വേഗത കുറച്ചാണെങ്കിലും നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. എന്നാൽ വണ്ടിയുടെ വേഗത കുറയുന്ന സിറ്റുവേഷനും ഹമ്പിൻ്റെ അളവ് കൂടുന്ന സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില അപ്പാർട്ട്മെൻറ്റ്സ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഹമ്പുകൾ അടുപ്പിച്ച് ഹമ്പുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് ഗിയറിൽ പോകണം, അടുപ്പിച്ച് വരുന്ന ഹമ്പുകളിൽ കയറുമ്പോൾ വണ്ടിയുടെ ടയർ കടകടകട എന്ന് പറയുന്ന ഒരു അടിപ്പ് നമുക്കുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത കൃത്യമായിട്ട് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ കയറി പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്പീഡ് കൂടുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇനി അതുപോലെ തന്നെ നമുക്ക് റോഡിൻ്റെ നടുവിൽ കാണുന്ന സ്പീഡ് ടേബിളുകളുണ്ട്. കുറച്ച് വീതി കൂടിയ ഹമ്പുകൾ പോലെ വരുന്ന സ്പീഡ് ടേബിളുകൾ. അപ്പോൾ അവിടെയുള്ള ഡ്രൈവിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഗിയറിലൊക്കെ കയറി പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വളവിൽ ഏത് ഗിയർ ഉപയോഗിക്കണം, ഒരു ജംഗ്ഷനിൽ ഏത് ഗിയർ ഉപയോഗിക്കണം, ഒരു ഹമ്പിലും സ്പീഡ് ടേബിളും ചെറിയ കുഴികളിലും ഒക്കെ ഏത് ഗിയർ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ അനവധി വീഡിയോകൾ നമ്മൾ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറ്റ് വീഡിയോകളും കൂടെ കയറി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിൽ നമ്മുടെ വീഡിയോകൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.